ഗവർണർ ഇല്ലാത്ത അധികാരം എടുത്ത് പ്രയോഗിക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ചാൻസലർക്ക് ഇല്ലാത്ത അധികാരമൊന്നും ഗവർണർ കൈയാളുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഗവർണർക്ക് അധികാരമുണ്ട്, അവകാശങ്ങളുമുണ്ട്. അപ്പോൾ പക്ഷേ ഇതിനകത്തുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്ത ആളുകളെ നോക്കുമ്പോൾ അതിൽ യഥാർത്ഥത്തിൽ അവിടെ ഭൂരിപക്ഷവും ഇല്ലാത്ത ABVP-ക്കാർ കടന്നുകൂടി എന്നുള്ളതൊരു പ്രശ്നമാണ്. അത് എത്രയോ 2-3 പേര് ഏതുകൊണ്ട് ABVP-ക്കാരാണെന്ന് അതിന് യഥാർത്ഥത്തിൽ ഈ സമരത്തിൻ്റെ ഒന്നും കാര്യമില്ലല്ലോ. അത് കോടതി സ്റ്റേ ചെയ്തേക്കല്ലേ. ഹൈക്കോടതിയിൽ സമീപിച്ചു, കോടതി അത് സ്റ്റേ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ മേളിൽ കുതിര കയറേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം അത് ചെയ്തു, ശരിയാണോ എന്നുള്ളത് ഒരു ജുഡീഷ്യൽ റിവ്യൂയിലൂടെ കോടതി തീരുമാനിക്കും. അതല്ലാതെ ഒരിക്കലും ഗവർണർ ഇല്ലാത്ത അധികാരം, ചാൻസലർക്ക് ഇല്ലാത്ത അധികാരമൊന്നും അദ്ദേഹം എടുത്ത് പ്രയോഗിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളോട് ചിലപ്പോൾ ഒരു മമത കാണും, അത് തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം അത് നമ്മുടെ യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേർന്നതല്ല. ആ രീതിയിലുള്ള ഒരു അലിഗേഷൻ ഉണ്ടെങ്കിൽ, അത് സബ്ജുഡീസ് ആയതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല, ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഉള്ള തീരുമാനം എടുക്കണം. അതാ വേണ്ടത്. അല്ലാതെ അതിനിപ്പോൾ കോടതി നടപടിയുണ്ടല്ലോ. നമുക്ക് ശരിയായ രീതിയിൽ നമ്മുടെ നിയമവാഴ്ച നിലനിൽക്കുന്ന റൂൾ ഓഫ് ലോ ഉള്ള നമ്മുടെ ഈ രാജ്യത്ത്, നമ്മുടെ ഈ സംസ്ഥാനത്ത് കോടതി, ഇവിടെ നീതിന്യായ കോടതികളുണ്ട്. കോടതി വഴി ഇതിനെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യാം. അതങ്ങനെ ചെയ്യണം. അതിന് പകരം അല്ലാതെ ഇപ്പോൾ തന്നെ ഗവർണർ ഇപ്പോൾ കണ്ണൂർ VC-യുടെ അപ്പോയിൻമെൻറ്റ് തന്നെ അത് കേരള ഹൈക്കോടതി അതങ്ങ് ശരിവെച്ചു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി ചെന്നപ്പോഴോ തോറ്റു തുന്നം പാടിയില്ലേ? കാരണം അത് തോന്നിവാസം കാണിച്ചു അതായിട്ട് പറഞ്ഞ് സുപ്രീം കോടതിയെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആ നിയമനം റദ്ദാക്കില്ലേ? ഇപ്പോൾ ആ നിയമനം വാങ്ങിച്ചിട്ട് നാളെ എവിടെ പോയിരിക്കുകയെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞൂടാ. ആ രീതിയിൽ പോയി അവിടുന്ന് അങ്ങനെ ആയല്ലോ. അപ്പോൾ ഇതുപോലുള്ളത് അത് നിയമത്തിൻ്റെ വഴിക്ക് വിട്ടുകൊടുക്കണം അതിനെയൊക്കെ. അല്ലാതെ ഇതുപോലെ നിയമത്തിൻ്റെ വഴിക്ക് വിടുന്നതിന് പകരം പരസ്പരം വാക്പോര്, മുഖ്യമന്ത്രി അങ്ങനെ ചെയ്യുന്നു, അതായത് മുഖ്യമന്ത്രി പറയുന്നു ഗവർണർ ഇവിടെ ഭരണസ്തംഭനം ഉണ്ടാക്കുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഗവർണർ പറയുന്നത് മുഖ്യമന്ത്രി ഭരണസ്തംഭനം ഉണ്ടാക്കുന്നു, മുഖ്യമന്ത്രി ഗുണ്ടകളെ അഴിച്ചുവിടുന്നു. ആ രീതിയിൽ അദ്ദേഹം അങ്ങോട്ട് പറയുകയാണ്. അതിന് തിരിച്ച് അതേ ഭാഷയിൽ മുഖ്യമന്ത്രി അങ്ങോട്ട് മറുപടി പറയുന്നു. അപ്പോൾ ഇത് ഒരിക്കലും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഭൂഷണമല്ല. കാരണം നമ്മൾ പിന്തുടരുന്ന യഥാർത്ഥത്തിൽ ഫെഡറൽ സിസ്റ്റം, അത് യഥാർത്ഥത്തിൽ ക്വസൈ ഫെഡറൽ എന്നതേ പറയാൻ പറ്റുള്ളൂ. ഒരു ടോട്ടലായിട്ട് ഫെഡറൽ സിസ്റ്റം ഒന്നും നമ്മുടെ രാജ്യത്തില്ല. കാരണം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങളിൽ കൈയടത്തുന്നുണ്ട്. യഥാർത്ഥ ഒരു വലിയ ഫെഡറൽ സിസ്റ്റത്തിലാണെങ്കിൽ അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ സെൻറ്റർ ഒരുപാട് കാര്യങ്ങൾ കൈയാളുന്നുണ്ട്. അതൊക്കെ വരുമ്പോൾ നമുക്കൊരു ക്വസൈ ഫെഡറൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഒരു നമ്മുടെ ഈ നിലവിലിരിക്കുന്ന ആ സിസ്റ്റം നിലവിലിരിക്കുമ്പോൾ ഗവർണർക്ക് കുറേ അധികാരങ്ങളുണ്ട്. അപ്പോൾ ആ ഗവർണർ അധികാരങ്ങൾ അതിനകത്ത് കൈകടത്താനോ അദ്ദേഹത്തിനെ കൂച്ചുവിലങ്ങടങ്ങാനോ ഇവിടെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ ശ്രമിക്കാൻ പാടില്ല. മാത്രമല്ല വളരെ മോശമായ പ്രസ്താവനകളല്ലേ വരുന്നത്. അദ്ദേഹം ബ്ലഡി റാസ്കൽസ് എന്ന് വിളിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ വഴി തടഞ്ഞവരെ അദ്ദേഹം വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിനെ അതങ്ങനെ വിളിക്കാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടല്ല എന്നൊരു മന്ത്രിയുടെ പ്രഖ്യാപനം കണ്ടു. എന്ത് വിവരക്കേടാ വിളിച്ച് പറയുന്നത്? അങ്ങനെയൊക്കെ ആണോ ഗവർണർ അടുത്ത് ചെയ്യേണ്ടത്? ഗവർണർ അതാ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കാറിന് അതിരിക്കാൻ വയ്യാതെ വന്നു. കാരണം ചില്ലടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ പരിക്കേക്കും. അതുകൊണ്ട് അദ്ദേഹം വെളിയിലിറങ്ങി. ആ കാറിന് ഒരുപാട് ഡാമേജ് ഉണ്ടല്ലോ. ആ കാറിന് അതിൻ്റെ ബോണറ്റൊക്കെ അടിച്ച് ചളുക്കില്ലേ? ഇതൊക്കെ നഷ്ടം വരുന്ന ആർക്കാണ്? നമ്മുടെയൊക്കെ പണമല്ലേ ഈ പോകുന്നത്, ഈ പിള്ളേരെ തെരുവിലിറക്കി വിട്ടിട്ട്. എന്നിട്ട് മാത്രം അത് യഥാർത്ഥ വളരെ ആസൂത്രിതമാണ്. ഇവിടുന്ന് തടഞ്ഞ് അദ്ദേഹം അങ്ങോട്ട് ചെല്ലുമ്പോൾ ആ കറക്റ്റ് ടൈമൊക്കെയാണ് ചെല്ലുന്ന സമയത്ത് തന്നെ ഉള്ള ആ സമയമെല്ലാം വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ആളുകളാണ് ഈ വന്നേക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അതായത് ഈ സുരക്ഷ നോക്കുന്ന ആളുകളൊക്കെ അവിടെ ആ സമയം അത് കൊടുത്തു, അവർ കൊണ്ടുവന്നു എന്ന് ഗവർണർ പറയുന്നത് യഥാർത്ഥത്തിൽ അത് നമുക്ക് മൊബൈലിലേക്ക് എടുത്തല്ലേ പറ്റുള്ളൂ. കാരണം ഈ രീതിയിൽ ഇവർക്ക് ഈ സമയമൊക്കെ കറക്റ്റ് അറിയാമെങ്കിൽ എങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത്? അദ്ദേഹത്തിൻ്റെ ആ റൂട്ടൊക്കെ എന്നൊക്കെ പറയുന്നത് എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇന്നിടത്തുനിന്ന് ഇന്ന വഴിക്ക് വരും, ഇന്ന സമയത്ത് വരും, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഗവർണർക്ക് അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് ബോധപരമായ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. മുഖ്യമന്ത്രി അതുപോലെ ഗവർണർ ഇതുപോലെ വൈരാഗ്യം കാണിക്കുന്നു എന്ന് പറയുന്നത് ഓരോ ബില്ലുകളൊക്കെ ചിലത് ഒപ്പിടാത്തതാണ്. ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളിൽ യഥാർത്ഥത്തിൽ
ഞാൻ ഗവർണറൊപ്പമാണ് ആ കാര്യത്തിൽ. കാര്യം ഒപ്പിടാത്ത ബില്ലിപ്പോൾ ലോകായുക്ത നിയമം അത് ഇങ്ങോട്ട് മാറ്റി മറിച്ചുകൊണ്ട് വന്നു. ലോകായുക്ത വെറും അതിപ്പം അത് അങ്ങനെ അല്ലെങ്കിൽ പോലും അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല, അത് വേറെ കാര്യം. എന്നാലും അതിനെ നോക്കുകുത്തിയായിട്ട് മാറ്റുന്ന ഒരു നിയമം, അത് അതിൻ്റെ അമെൻമെൻറ്റ് ഭേദഗതി ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അത് ആ രീതിയിൽ അങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അത് ഗവർണർ അത് ഒപ്പിട്ടില്ല. അതുപോലെ തന്നെ ഈ കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ ചാൻസലർ എന്ന് പറയുന്നത് ഗവർണറാണ്. ആ ചാൻസലർഷിപ്പിൽ നിന്ന് ഗവർണറെ മാറ്റിക്കൊണ്ട് മുഖ്യമന്ത്രിയാക്കുക. മനസ്സിലായില്ലേ? കാരണം അവിടുത്തെ ഇല്ലാത്ത പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് മുഴുവൻ നടത്തല്ലേ. ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ എല്ലാ ഭാര്യമാരും അവരുടെ ഭാര്യമാരെന്നൊക്കെ പറയുന്നവരാണല്ലോ ടോപ്പ് മോസ്റ്റ് പോസ്റ്റിൽ എവിടെയും ഇരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ മന്ത്രിമാരുടെയും ഭാര്യമാരില്ലേ, ഒത്തിരി മന്ത്രിമാരുടെ ഭാര്യയില്ലേ. ഞാൻ നല്ല ആളുകളെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ ഭാര്യമാർ പോലും ഇതേപോലെ ഉണ്ട്. ഇവരൊക്കെ എങ്ങനെ കയറുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. എങ്ങനെ ഇവരൊക്കെ കയറി വരുന്നത്? ഇവരൊക്കെ കയറി വരുന്നത് ഇവരുടെ കഴിവുണ്ടോ മിടുക്കൊണ്ടോ ഒന്നും ആണോ? ഒരിക്കലുമല്ല. ഇവരെ കഴിവൊക്കെ മിടുക്കികളായിട്ടുള്ള ആളുകളൊക്കെ വേറെ സമൂഹത്തിൽ ധാരാളം ഉണ്ട്. പക്ഷേ ഇവർ DYFIക്കാരും SFIക്കാരും അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആയതുകൊണ്ട്, അവരുടെ ഭാര്യമാരായതുകൊണ്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും എന്ത് നിയമനവും ഏത് കിട്ടും. അങ്ങനെ യൂണിവേഴ്സിറ്റികളിലെ ഇത് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ നിയമമാറ്റം കൊണ്ടുവന്നത്. അപ്പോൾ അത് ഗവർണർ ഒപ്പിടത്തില്ല എന്ന് പറഞ്ഞു, ഒപ്പിട്ടില്ല. അത് തന്നെ കാര്യം. ഗവർണർ ഇന്ന സമയത്ത് ഒപ്പിടണമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? സുപ്രീം കോടതിക്ക് പോലും പറയാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം അത് ഇന്ത്യൻ ഭരണഘടനയിൽ അതില്ല. ഇത്ര സമയം ഗവർണർ ഇത്രാം തീയതിക്കാകോ ഒപ്പിട്ടോണം എന്ന് പറയാൻ ഇല്ല. അത് പ്ലഷർ ഓഫ് ദ ഗവർണറാണ്. അപ്പോൾ ആ രീതിയിൽ അദ്ദേഹത്തെ നിയന്ത്രിക്കാൻ ആർക്കും പറ്റത്തില്ല. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗവർണർ ഒപ്പിടാത്ത ഇങ്ങനെയുള്ള ചില ബില്ലുകൾ ഗവർണർ ഒപ്പിടാത്തത് കാര്യമുണ്ട്. അത് ജനനന്മയ്ക്ക് വേണ്ടിയാണെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അതിന് കുറ്റം പറയാൻ ഒക്കത്തില്ല. എനിക്ക് ഈ ഗവർണറുടെ മറ്റ് പരിപാടികളൊന്നും എനിക്ക് യോജിപ്പില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തോടും എനിക്ക് യോജിപ്പില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ പണമില്ല. അപ്പോൾ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പോൾ ഗവർണറുമായിട്ടൊരു വലിയ വഴക്കും വയ്യാവേലിയും ഉണ്ടാക്കി റെഡിയാക്കി എടുത്ത് ഈ സംസ്ഥാനത്തെ ക്രമസമാധാന നില ആകെ തകർന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ട്. ഇപ്പോൾ ഗവർണർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിവിശേഷം. രാജ്ഭവനിൽ ചെന്ന് അതിക്രമിച്ച് കയറാൻ പോകുന്നു. അതേപോലെ തന്നെ ഗവർണർ ചാൻസലറായിട്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ അദ്ദേഹത്തിന് കയറ്റുകയല്ല എന്നുള്ള പ്രഖ്യാപനം, തെരുവിൽ അദ്ദേഹം തടയുന്നു. ഇതൊക്കെ വരുന്നുണ്ടേ ഈ നമ്മുടെ ഇവിടെ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ഏറ്റവും വഷളായി. ഈ ഗവൺമെൻറ്റിന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. മാത്രമല്ല ഇവിടെ ഭരണസ്തംഭനം ഏതാണ്ട് ഒരു സാമ്പത്തിക അടിയന്തരാവസ്ഥയുടെ രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു റിപ്പോർട്ട് കേന്ദ്രത്തിന് കൊടുത്താലുണ്ടല്ലോ, ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇവിടെ നിലവിലുണ്ടെന്ന് ഈ മുഖ്യമന്ത്രിയൊക്കെ വിചാരിക്കണം. അതറിയാൻ വയ്യാത്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ വരാൻ പോകുന്നത് എന്താണ്? അവസാനം യൂണിയൻ ഗവൺമെൻറ് ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ അങ്ങ് സസ്പെൻഡ് ചെയ്യും, പിരിച്ചുവിടും. എന്ത് ചെയ്യാൻ പറ്റും? പിരിച്ചുവിട്ടാൽ. ഇനി അതിലേക്ക് കൊണ്ടെത്തിക്കാൻ വേണ്ടിയാണോ, ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗവർണറെ ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് തെരുവിൽ തടയാനൊക്കെ ആയിട്ട് ഈ പിള്ളേരെ ഇറക്കി വിട്ട് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്നുമില്ല. ഇത് ഞാൻ വിചാരിക്കുന്നത് ഇത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയാണെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കയ്യിൽ അവർക്ക് പണമുണ്ട്, ശരിക്കും പണമുണ്ട്, കയ്യിലുണ്ട്. അവർക്ക് അടുത്ത ഇലക്ഷൻ എന്നൊക്കെ പറയുന്നത് ഇവിടെ പ്രസിഡന്റ് ഭരണം വന്നാലും അടുത്ത ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് അവർക്ക് നിന്ന് കഴിക്കാനുള്ള പണമൊക്കെ അവരുടെ കയ്യിലായി കഴിഞ്ഞു ഉണ്ട്. ഇനി അത് വെച്ചുകൊണ്ട് അവർക്ക് ഇലക്ഷനൊക്കെ സുഖമായിട്ട് മത്സരിക്കാം. പ്രതിപക്ഷത്ത് പിന്നെ ഒരുപാട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമൊക്കെ ഉള്ളതല്ലേ. അത് കാരണം വീണ്ടും ഏതെങ്കിലും വിധത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ വാരിക്കൊടുത്ത് അവർക്ക് ഏതെങ്കിലും വിധത്തിൽ ഭരണം പിടിച്ചു പറ്റാം എന്നുള്ളൊരു കാഴ്ചപ്പാട് ഇപ്പോൾ ഒന്ന് മാറി നിന്നിട്ട് വിട്ടു നിന്നിട്ട് അതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ചിലപ്പോൾ. അല്ലെങ്കിൽ ഒരിക്കലും ഗവർണറോട് ഇങ്ങനൊരു പോരിനിറങ്ങും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.